Today, as we inaugurate the Kerala for All conclave, we are embarking on a journey toward a more equitable and dignified tourism landscape. This event is particularly relevant as tourism globally undergoes a transformation with inclusivity and accessibility emerging as central pillars of sustainable growth. With over 1.3 billion persons with disabilities and 1.1 billion senior citizens worldwide, accessible tourism is no longer a niche segment but a mainstream imperative. This conclave serves as a policy-oriented platform to assess Kerala's current position, benchmark it against global models, and identify actionable pathways for the future. Our goal is to translate insights into a robust framework that embeds accessibility across the entire tourism value chain, from infrastructure to digital enablement. Kerala is committed to leading this shift by learning from global best practices while adapting them to our local realities. നൂതന സാങ്കേതികവിദ്യയും പശ്ചാത്തല സൗകര്യങ്ങളും വളരുമ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ ലഭ്യമാകണം എന്ന നയമാണ് കേരളത്തിനുള്ളത്. വിനോദസഞ്ചാര മേഖലയിൽ കേരളം കഴിഞ്ഞ 10 വർഷമായി കൈവരിച്ച നേട്ടങ്ങൾ ലോകം അംഗീകരിച്ചതാണ്. എന്നാൽ ഈ നേട്ടങ്ങളുടെ ഗുണഫലം നാട്ടിലെ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും മറ്റവശ വിഭാഗങ്ങൾക്കും ലഭ്യമാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എല്ലാവർക്കും ഒരുപോലെ തടസ്സങ്ങളില്ലാതെ ആസ്വദിക്കാവുന്ന ബാരിയർ ഫ്രീ ടൂറിസം സംസ്കാരം വളർത്തിയെടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. വിനോദസഞ്ചാരം എന്നത് ചിലർക്കു മാത്രമുള്ള ഒഴിവു സമയ വിനോദമല്ല, മറിച്ച് എല്ലാവർക്കുമുള്ള അവകാശമാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ നമ്മുടെ ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടായി. സഞ്ചാരികളുടെ വരവിൽ കേരളം സർവകാല റെക്കോർഡാണ് സ്ഥാപിച്ചത്. കോവിഡിന് ശേഷം 2024 2.25 കോടിയോളം ആഭ്യന്തര സഞ്ചാരികളാണ് കേരളത്തിലെത്തിയത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വൻ വർധനവാണ് കേരളം സന്ദർശിക്കുന്ന സഞ്ചാരികളുടെ കാര്യത്തിലുണ്ടായിരിക്കുന്നത്. അതുവഴിയുള്ള ആഭ്യന്തര വരുമാനത്തിൻ്റെ കാര്യത്തിലും നാം റെക്കോർഡ് സ്ഥാപിച്ചു. 2024 49,053 കോടി രൂപയാണ് ടൂറിസം മേഖലയിൽ നിന്നുള്ള വരുമാനം. കോവിഡിന് മുൻപുള്ളതിനേക്കാൾ വലിയ വളർച്ച കൈവരിക്കാൻ നമുക്ക് സാധിച്ചു എന്നത് നമ്മുടെ ടൂറിസം മോഡലിൻ്റെ കരുത്താണ് കാണിക്കുന്നത്. വിനോദസഞ്ചാരികളുടെ മാറുന്ന അഭിരുചികൾക്കനുസരിച്ച് ഹെലി ടൂറിസം, കാരവൻ ടൂറിസം, സീപ്ലെയിൻ തുടങ്ങിയ നൂതന പദ്ധതികൾ നാം അവതരിപ്പിച്ചു. ഇതിനൊപ്പം തന്നെ ഉത്തരവാദിത്ത ടൂറിസം വഴി പ്രാദേശിക ജനതയ്ക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അതുവഴി ഉപജീവന മാർഗങ്ങൾ ഉറപ്പാക്കാനും നമുക്ക് സാധിച്ചു. സ്ത്രീ സൗഹൃദ ടൂറിസം പദ്ധതികൾ വഴി സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പുതിയ വേദികൾ നാം തുറന്നു. വാഗമണ്ണിലെ ഗ്ലാസ് ബ്രിഡ്ജ്, അന്താരാഷ്ട്ര കയാക്കിംഗ് മത്സരങ്ങൾ തുടങ്ങിയവ വഴി അഡ്വഞ്ചർ ടൂറിസം മേഖലയിലും നാം വലിയ മുന്നേറ്റം നേടി.
കേരള ടൂറിസം വകുപ്പും ദ ഹിന്ദു ഗ്രൂപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ഉച്ചകോടി കേവലം ഒരു ചർച്ചാവേദിയല്ല. ഉൾച്ചേർക്കൽ, ഇൻക്ലൂസിവിറ്റി, പ്രാപ്യത, ആക്സസിബിലിറ്റി എന്നീ ആശയങ്ങൾ മുൻനിർത്തി ഒരു ടൂറിസം സംസ്കാരം വളർത്തിയെടുക്കാനും കേരളത്തെ ഒരു ആഗോള മാതൃകയാക്കി മാറ്റാനുമുള്ള പ്രായോഗിക ചട്ടക്കൂട് രൂപീകരിക്കുവാനും ഈ ഉച്ചകോടി വഴിയൊരുക്കട്ടെ. കേരള ഫോർ ഓൾ എന്നത് കേവലം ഒരു ആശയമല്ല, അത് നമ്മുടെ വികസന മാതൃകയുടെ ആപ്തവാക്യമാണ്. കേരളത്തിലെ ഓരോ വിനോദസഞ്ചാര കേന്ദ്രവും ലോകത്തെ എല്ലാ ടൂറിസ്റ്റുകൾക്കും ഒരുപോലെ ആസ്വാദ്യകരവും പ്രാപ്തവുമാകുന്ന നാളേക്കായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. കേരള ഫോർ ഓൾ കോൺക്ലേവ് ഔദ്യോഗികമായി നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.